ഈ നട്ടലിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് സർജറി ചെയ്തു കഴിഞ്ഞാൽ ശരീരം തളർന്നു പോകും, എഴുന്നേറ്റ് നടക്കില്ല, ദുരിതവും ദുരന്തവും ഒക്കെ ആയിരിക്കും പിന്നീടുള്ള ജീവിതം എന്നൊക്കെയുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെയുണ്ട്. അപ്പോൾ അനുഭവസ്ഥരായ നിങ്ങളുടെ വാക്കുകൾ അത്തരത്തിലുള്ള പ്രചരണങ്ങളെ മുനയൊടുക്കും, ഒരുപാട് ആളുകൾക്ക് ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള സാഹചര്യം ഒരുക്കും. ഇത്തരം സന്ദർഭവും സാഹചര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സംഗമത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. അപ്പോൾ സ്കോളിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിൻ്റെ വളവിനെയാണ് നമ്മൾ സ്കോളിയോസിസ് എന്ന് പറയുന്നത്. ഇതൊരു പുതിയൊരു അസുഖമാണോ? അല്ല. ഇനി ഇത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് മാത്രമുള്ള അസുഖമാണോ? അല്ല. പൂച്ചകൾക്കുണ്ട്, ഫിഷിനുണ്ട്, എല്ലാ അനിമൽസിനും ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ സ്കോളിയോസ് ഒരു വലിയൊരു സംഭവമാണ്, സ്കോളിയോസ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, സ്കോളിയോസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമെല്ലാം അവസാനിച്ച് ഇനി മുന്നോട്ട് പോകാൻ പാടില്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, എൻ്റെ ജീവിതമെല്ലാം കട്ടപ്പാക്കിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെയല്ല. ഞാൻ ഇവിടെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഫേമസ് ആയിട്ടുള്ള സ്കോളിയോസിസ് ഉള്ള ഡയഗ്നോസ് ചെയ്തിട്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് ബ്രിട്ടീഷ് പ്രിൻസസ് ആണ്. ഇത് മാരേജിനുള്ള ഡ്രസ്സാണ്. മാരേജിന് അവർ സ്കോളിയോസിൻ്റെ സ്കാർ കാണിച്ചിട്ട് സ്കോളിയോസിസ് ആൾക്കാർക്ക് മനസ്സിലാക്കണം ഒരു പ്രശ്നമില്ല എന്ന് കാണിച്ചിട്ടുള്ള വിവാഹത്തിന് ഇട്ടുള്ള ഡ്രസ്സാണ്. സ്പൈനിൻ്റെ സർജറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്. എൻ്റെ വീട്ടിൽ 3-4 ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ 1-2 പേർക്ക് നല്ല അപ്രിഹേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ നീസിൻ്റെ ഹസ്ബൻഡ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഓർത്തോയുടെ പ്രൊഫസറാണ്. പുള്ളിയെടുക്കാൻ പറഞ്ഞു, ഡോക്ടർ വിനു ഒന്നും പേടിക്കാനില്ല, കണ്ണു അടച്ച് പൊക്കോളൂ, നാളെ തന്നെ ചെയ്തോളൂ. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് സർജറി നടന്നത്. 82 വയസ്സ്, ക്രോണിക് ആസ്മ പേഷ്യൻ്റ്. അപ്പോൾ ഇത് രണ്ടും കൂടി വന്ന അവസരത്തിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒന്നും പേടിക്കേണ്ട, ഒക്കെ ഭംഗിയാകുമെന്ന് എൻ്റെ വൈഫിന് കുറച്ച് അപ്രിഹേഷൻ ഉണ്ടായിരുന്നു, ചോദിക്കുകയും ചെയ്തു. ആദ്യമായിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ അല്പം ആപ്രിഹെൻഷനോട് കൂടി ഞാൻ ചോദിച്ചു, ഡോക്ടർ സ്പൈൻ സർജറി എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം എന്താ മരത്തിൻ്റെ എന്താ പേടി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഏജിൽ ഇത് നടത്തിയാൽ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ഡോക്ടർ അന്ന് തന്ന ഇൻഷുറൻസും പിന്നെ ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിൽ പവറും പറയാതെ ഇതിനൊക്കെ മേലെ ദൈവത്തിൻ്റെ കടാക്ഷവും ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും ഇതും എല്ലാം കാരണം ഞങ്ങളെ വളരെ സന്തോഷത്തോടെയാണെന്ന്. അപ്പോൾ ഒന്നും പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അഷുറൻസ് വന്ന് ഭംഗിയായിട്ട് നടന്നു. എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. 82-81 വയസ്സാകുമ്പോൾ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയും, വൃദ്ധനല്ലേ, സാരമില്ല. സംഗതി ശരിയാണ്. പക്ഷേ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ലൈഫ്, ഒരു മീനിങ് ലൈഫ് വേണമെങ്കിൽ നമ്മുടെ ആരോഗ്യം എപ്പോഴും അതിപ്രധാനമാണ്. ആ ആരോഗ്യം എനിക്ക് തിരിച്ചു തന്നത് ഡോക്ടറാണ്. ഒരുപാട് നന്ദി. എൻ്റെ മകൾ റിസൻ്റെ ഒരു പ്രശ്നമാണ്, കാലിലൊരു വേദന ഉണ്ടായി. സ്പൈൻ കോഡിൻ്റെ ഒരിടത്ത് ഇതിനാണ്. അങ്ങനെ ഞാൻ ബോംബെ മുതൽ ഗംഗ, കോയമ്പത്തൂർ മുതൽ എല്ലാ സ്ഥലങ്ങളിലും എത്തി ഒരു സർവേ നടത്തി. അലൈൻ യൂണിവേഴ്സിറ്റിയിൽ പോലും അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടുകളും അതൊരു ഇതാണ് ട്യൂമറിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ടാണ് അത് ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാൻസർ സെൻറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും സമീപിച്ചപ്പോൾ മകൾ പറഞ്ഞു, എനിക്ക് വിനോദ് സാറേ വേണ്ടു എന്ന് പറഞ്ഞു. വിനോദ് സാറുമായി ഇടപഴകിയപ്പോൾ വിനോദ് സാറിൻ്റെ മുമ്പിലേ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആ ഡീലിങ് കണ്ടപ്പോൾ മൂപ്പർക്ക് എന്തോ ഒരു ധൈര്യം. ആ അടിസ്ഥാനത്തിൽ സാർ ചെയ്തു. ഇന്ന് ഏകദേശം വർഷങ്ങളോളമായി. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം നമുക്ക് ഇത്ര ഏജ് ആയിട്ടുള്ളൂ. അപ്പം ഇത്രയും അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സർജറി ചെയ്യാന്ന് പറയുമ്പം നല്ല പേടിയുണ്ടായിരുന്നു. സാറെ കാണിച്ചു, ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും അത് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് അന്ന് എത്രത്തോളം ടെൻഷൻ അനുഭവിച്ചോ അതേ അളവിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയാണ്. എനിക്ക് കഴിഞ്ഞ വർഷമായിരുന്നു ഫസ്റ്റ് ഒരു സ്പൈൻ സർജറി കഴിഞ്ഞ് നല്ല പെയിനായിട്ട് കിടക്കുമായിരുന്നു. ഫസ്റ്റ് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് പെയിൻ ഒരു 3 വീക്സ് കഴിഞ്ഞിട്ടും ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ഞാൻ ദിവേശിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ സാറിന് സംസാരിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, വിഷമിക്കേണ്ട, അങ്ങോട്ടേക്ക് വന്നോ, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്ത് സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സാറാണ് സർജറി ചെയ്ത് റെഡിയാക്കി തന്ന, ഇംപ്ലാന്റേഷൻ ചെയ്ത് 3 മാസമായപ്പോൾ ഞാൻ കൺസീവ് ചെയ്തു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു, എന്ത് ചെയ്യും, സാറിനോട് എങ്ങനെ പറയും പോസിറ്റീവാണെന്നുള്ള കാര്യം. പക്ഷെ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യമായി. ഇപ്പം 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1 വർഷത്തിനുള്ളിൽ എനിക്ക് ഡെലിവറി ആയി, ഒരു കുഞ്ഞുമാവനെ കിട്ടി. ഒരുപാട് നന്ദിയുണ്ട് സാർ.